ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലക്കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിനപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രേയാസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും അത് ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തി വന്ന ശേഷം യേശു ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പെന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് തിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആത്മരക്ഷ നൽകാൻ വന്നതാണ്. ആളുകൾക്ക് ദൈവത്വം നൽകാൻ വന്നതാണ്. പാപമോചനം നൽകാൻ വന്നതാണ്. സ്വർഗം നൽകാൻ വന്നതാണ്. ശരി തന്നെ. എന്നാൽ മനുഷ്യന്റെ ഭൗതിക കാര്യവും യേശു മറക്കുന്നില്ല, ത്യജിക്കുന്നില്ല. ഒന്നാമത്തെ അത്ഭുതം, കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയത് അവരുടെ ഭക്ഷ്യപ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സാമൂഹിക വിഷയമാണ്. കർത്താവ് അവിടെ കണ്ണടയ്ക്കുന്നില്ല. ഇവിടെ യേശു ആളുകൾക്ക് ഭക്ഷണത്തിന്റെ കാര്യം അതിലിടപെടുകയാണ്. അവര് യേശുവിന്റെ വചനം കേട്ടു. ആത്മീയമായി ആളുകൾക്ക് അറിവുണ്ടായി, തൃപ്തിയുണ്ടായി, വെളിച്ചമുണ്ടായി. പക്ഷേ അവർക്ക് ഭക്ഷണം വേണം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അവർ തളർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനോട് കൂടെ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ, സഭയിൽ ആയിരിക്കുന്ന സമയത്ത് മാത്രമുള്ള ഒരു കരുതലല്ല യേശുവിനുള്ളത്. മറിച്ച് നമ്മുടെ വീട്ടിലും, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തും, നമ്മുടെ വ്യാപാരങ്ങളിലും ഒക്കെ തീർച്ചയായിട്ടും തൻ്റെ ഒരു കരുതലും സഹായവും നമുക്കുണ്ടാകണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ യേശു ഫിലിപ്പോസിനോട് ചോദിച്ചു. ഈ സ്ഥലം ബെത്സയിദയാണ്. ഫിലിപ്പോസ് ബെത്സയിദക്കാരനുമാണ്. അതുകൊണ്ട് ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അത് ഫിലിപ്പോസിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചാണെന്നാണ്. വാസ്തവത്തിൽ ഫിലിപ്പോസ് എന്താണ് മറുപടി പറയേണ്ടിയിരുന്നത്? കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ഫിലിപ്പോസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവിടെ പത്രോസുണ്ട്, അന്ത്രയോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്, നഥനയേലുണ്ട്, ഫിലിപ്പോസുണ്ട്. കുറഞ്ഞ പക്ഷെ 6 ശിഷ്യന്മാർ. ആദ്യത്തെ 6 ശിഷ്യന്മാർ ദൃക്സാക്ഷികളാണ്. വെറും വെള്ളത്തെ വീഞ്ഞാക്കി നൽകി. തീർച്ചയായിട്ടും ഫിലിപ്പോസ് പറയേണ്ടത്, കർത്താവെ, അങ്ങ് വെള്ളത്തെ വീഞ്ഞാക്കിയവനല്ലേ, അതുകൊണ്ട് അങ്ങേക്ക് ഇവർക്ക് ഭക്ഷണം നൽകുന്നതിന് തീർച്ചയായിട്ടും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയേണ്ടിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി അതിനൊരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിലും യേശുവിന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചത് ഏറ്റെടുക്കണം. അതിലാണ് കർത്താവിന് ഇഷ്ടം. അതായത് ദാവീദ് ഒരു സിംഹത്തെയും കരടിയെയും കൊല്ലാൻ ദൈവം ഉപയോഗിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ദാവീദ് ഉറച്ചു,
ഗോലിയാത്തിനെ കൊല്ലാനും എന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. അതാണ് വിശ്വാസം. ഇവിടെ ഫിലിപ്പോസ് പറയേണ്ടതായിരുന്നു, കർത്താവെ, വെള്ളത്തെ വീഞ്ഞാക്കി അങ്ങേക്ക് ഇവർക്ക് ആഹാരം കൊടുക്കാനാണോ ബുദ്ധിമുട്ട്? അങ്ങേക്ക് കഴിയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരുന്നു. എന്നാൽ അന്ത്രയോസ് ഒരു പടി കൂടെ കടന്ന് യേശുവിനോട് പറയുകയാണ്, 5 അപ്പവും 2 മീനും ഒരു ബാലൻ കൊണ്ട് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 5 അപ്പവും 2 മീനും കൊണ്ട് യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. കാനാവിലെ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവിന് ഈ 5 അപ്പവും 2 മീനും കൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയും. ആളുകൾ തൃപ്തിപ്പെടുത്താൻ കഴിയും. അതിനെ വർദ്ധിപ്പിച്ചാണോ അല്ലയോ എന്നുള്ളത് ഒന്നും കൃത്യമായിട്ട് അന്ത്രയോസിന് അറിഞ്ഞുകൂടെങ്കിലും അന്ത്രയോസിന്റെ വിശ്വാസം നമുക്കിവിടെ കാണാൻ സാധിക്കും. യേശു പറഞ്ഞ അതിവിടെ കൊണ്ടുവരിക. ഏതോ ഒരു മാതാവ് യേശുവിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തുവിട്ടതാകാം. അത് ശിഷ്യന്മാരോടവൻ പറഞ്ഞു, അന്ത്രയോസിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 അപ്പവും 2 മീനും അമ്മച്ചി തന്നു വിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനത് വാങ്ങിക്കാൻ കേട്ടോ, പ്രസംഗം കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് അന്ത്രയോസ് പറഞ്ഞത്. യേശു പറഞ്ഞ അതും കൊണ്ടുവന്നു. പക്ഷെ യേശു ഈ അപ്പത്തെയും മീനിനെയും വർദ്ധിപ്പിച്ചില്ല. യേശു ആദ്യം ചെയ്തത് ഇവരെ പന്തിയായി ഇരുത്താൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ വായിക്കുന്നത് മേക്ക് ദം ഗ്രൂപ്പ്സ് ഓഫ് 50. 50ന്റെ പന്തികളാക്കുക എന്നല്ല, കൂട്ടങ്ങളാക്കുക എന്നാണ്. പന്തി എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ്. അബ്രഹാമിന്റെ പന്തി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ പന്തി അല്ലെങ്കിൽ മടി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ കൂട്ടം എന്നാണ്. അബ്രഹാമിനോട് കൂടെയുള്ള ആളുകൾ എന്നാണ്. ഇവിടെ 50 വീതം ഗ്രൂപ്പാക്കുക എന്ന് പറഞ്ഞു. അതിന്റെ കാരണം ആർക്കും കിട്ടാതെ വരരുത്, അധികവും കിട്ടരുത്, കിട്ടിയവർക്ക് തന്നെ കിട്ടരുത്, എല്ലാവർക്കും കിട്ടണം. അതാണ് 50 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രൂപ്പുകൾ, 50ന്റെ 100 ഗ്രൂപ്പുകളുണ്ട്. 100 പേര് വിളമ്പാനുണ്ടെങ്കിൽ മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും കിട്ടും. തീർച്ചയായിട്ടും ഉണ്ട്. 12 ശിഷ്യന്മാർ ഇപ്പൊ കൂടെ ഉണ്ട്. പിന്നെ യേശു ഈ 2ആയിട്ട് സുവിശേഷം അറിയിക്കാൻ ഒരു 70 പേരെ അയച്ചിരുന്നു. അവരുണ്ട്. അപ്പൊ 70 12 82 ഉണ്ട്. പിന്നെ ചില സ്ത്രീകൾ വസ്തുവക കൊണ്ട് യേശുവിനെ ശുശ്രൂഷിപ്പാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരും കൂടെ കൂടുമ്പോൾ 100 പേരായി. അപ്പൊ തീർച്ചയായിട്ടും ഒരാൾ 50 പേർക്ക് കൊടുത്താൽ മതി. യേശു എന്ത് ചെയ്തു? ഈ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി എന്നാണ് മലയാളത്തിലെങ്കിലും ദൈവത്തെ വാഴ്ത്തി. അതായത് he gave thanks to God. ദൈവത്തിന് നന്ദി പറഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്തും യേശു സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്, ഇവർ വിശ്വസിക്കേണ്ടതിന് എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ അത് തന്നെയായിരിക്കാം. കർത്താവേ, ഞാൻ ഈ ചെയ്യുന്ന നിമിത്തം ഞാൻ ആരാണ് എന്ന് ഇവർ വിശ്വസിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ അത്ഭുതം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അപ്പങ്ങളുടെ ഒരു കൂമ്പാരം, ആ പുൽമേട്ടിൽ മീൻ വറുത്തതിന്റെ ഒരു കൂമ്പാരം ശിഷ്യന്മാരോട് പറഞ്ഞു, ആയിരിക്കുന്നവർക്ക് കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ 100 വിളമ്പുകാര് ഈ 50 പേർക്ക് വീതം കൊടുത്തു. മിനിറ്റുകൾ കൊണ്ട് എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും തൃപ്തിയായി എന്നാണ് വായിക്കുന്നത്. പിന്നീട് യേശു പറയുകയാണ്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുക. അവിടെ അത് അലങ്കോലമായി കിടക്കാൻ പാടില്ല. യേശു മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ വായിക്കുന്നത്, അവനെ ചുറ്റിയിരുന്ന
ശീലകൾ അവൻ ഒരു സ്ഥലത്ത് അടുക്കി വെച്ചിരുന്നു. തലയിൽ കെട്ടിയിരുന്ന റൂമാലും അവന് അവിടെ അടുക്കി വെച്ചിരുന്നു. അതാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. അല്ലാതെ പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിച്ചതിന്റെ സന്തോഷത്തിൽ എനിക്കിനി എന്തെല്ലാം ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ചാടിയിറങ്ങി പോവുകയല്ല. എല്ലാം മേക്ക് ഇറ്റ് ഓർഡർ, എല്ലാം ഓർഡറിലാക്കുകയാണ്. അതാണ് ഓർഡർ. ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. 1 Corinthians 14 അധ്യായത്തിൽ വായിക്കുന്നത്, ലെറ്റ് എവറിഥിങ് ബി ഇൻ ഡീസെന്റ് ആൻഡ് ഇൻ ഓർഡർ. എന്ത് കാര്യവും സഭയിൽ അത് ക്രമമായും ഉചിതമായും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അബ്രഹാം മകനെ യാഗം കഴിക്കാൻ പോയപ്പോൾ നമ്മൾ വായിക്കുന്നത് he put wood in order. അവൻ വിറക് അടുക്കിയെന്നാണ് വായിക്കുന്നത്. അവന് കല്ലുകൊണ്ട് യാഗപീഠം ഉണ്ടാക്കിയ ശേഷം അതിന്റെ മീതെ വിറക് അടുക്കിയെന്നാണ് വായിക്കുന്നത്. he put wood in order, timber in order. അപ്പോ ദൈവം നമ്മിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ഒരു ക്രമമാണ്. 50-ാം സങ്കീർത്തനത്തിൽ തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് അവൻ തന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കുമെന്ന്. ഇവിടെ യേശു നമുക്ക് മാതൃകയാണ്. യേശു പറഞ്ഞു, ആദ്യം 50 വീതം ഗ്രൂപ്പായിട്ട് ആളുകളെ ഇരുത്തുക. അതിനുശേഷം അപ്പം വർദ്ധിപ്പിച്ചു. അതിനുശേഷം വിളമ്പുകാരോട് പറഞ്ഞു അവർ കൊണ്ട് കൊടുക്കുക. അതിനുശേഷം പറഞ്ഞു, ശേഷിച്ചൊന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുക. കാരണം ഇനിയും വിശന്നിരിക്കുന്നവരുണ്ട്, ഇനിയും ആവശ്യക്കാരുണ്ട്. അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് 12 കൊട്ടയുണ്ട്, അവർക്ക് വീട്ടിൽ കൊണ്ടുപോവാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിന്റെ ആ ഓർഡർ പ്രധാനപ്പെട്ടതാണ്. അവന്റെ കരുതലും കരുണയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അത്ഭുതത്തിലൂടെ യേശു പഠിപ്പിക്കുന്ന ആത്മീയ സത്യം എന്താണ്? He has authority over quantity. വെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ ക്വാളിറ്റിയുടെ മേൽ തനിക്ക് അധികാരം ഉണ്ടായിരുന്നു. ഗുണനിലവാരത്തിന്റെ മേൽ തനിക്ക് അധികാരം. വെള്ളം പോലെയുള്ള ജീവിതത്തെ വീഞ്ഞു പോലെയാക്കാൻ, മധുരമുള്ളതാക്കാൻ കഴിയുമെന്ന് യേശു തെളിയിച്ചു. ഇപ്പോൾ ഇതാ ഒരു കൊച്ചുകുട്ടിക്ക് മാത്രം കഴിക്കാൻ പോന്ന ആ ഭക്ഷണ സാധനത്തെ 5000 പേർക്ക് കൊടുത്ത ശേഷം 12 കൊട്ട മിച്ചം വരത്തക്കവണ്ണം യേശുവിന് ക്വാണ്ടിറ്റിയുടെ മേൽ, അളവിന്റെ മേൽ അധികാരമുണ്ട്. നമ്മുടെ ഇല്ലായ്മകൾക്ക് മഹത്വത്തോട് തന്നെ തനത്തിനൊത്തുവണ്ണം പൂർണ്ണമായി പരിഹാരം വരുത്താൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മുടെ ഉള്ള അവസ്ഥ അവനെ അറിയിച്ചാൽ മതി. കർത്താവ് എൻ്റെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നാം അത് അവന് സമർപ്പിച്ചാൽ നമ്മുടെ കർത്താവ് അതിനെ വർദ്ധിപ്പിച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കും എന്നൊരു പാഠമാണ് നമുക്കിവിടെ പഠിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള അല്പത്തെ കർത്താവിന് നമുക്ക് അർപ്പിക്കാം. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.